തിരുവനന്തപുരം പാറശാലയിൽ കാർ നിയന്ത്രണം വിട്ട് കുളത്തിൽ വീണ് ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഐര സ്വദേശി പ്രദീപാണ് മരിച്ചത്. പാറശാല പൊഴിയൂർ ആയിരക്കുളത്തിലാണ് കാർ വീണത്. വാഹനം തിരിക്കുന്നതിനിടെ കുളത്തിലേക്ക് വീണെന്നാണ് നിഗമനം. ദൃശ്യങ്ങളിലേക്ക്. സുനിഷ യെല്ലൂർ നമുക്കൊപ്പം. സുനിഷ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കാറിൽ ഒറ്റയ്ക്കായിരുന്നോ? ക്ഷമിക്കണം, 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ സുനിഷ. സുജയ, അതെ, 5 പേരായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് പാറശാല പൊഴിയൂരിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നിയന്ത്രണം വിട്ട് കാർ ഈ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാം റോഡും കുളവും. ഈ കുളത്തിന് ഈ മതിലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചുറ്റുമതിലോ അല്ലെങ്കിൽ സുരക്ഷാ വേലികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് പതിക്കുകയായിരുന്നു എന്നതാണ്. ആയിരക്കുളം എന്നാണ് ഈ കുളത്തിന്റെ പേര്. ഇതിലേക്കാണ് പതിച്ചത്. ഈ ഐര സ്വദേശിയായിട്ടുള്ള പ്രദീപിനാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മറ്റ് 4 പേർ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് 4 പേർക്കും പരിക്കുകളുണ്ട്. ഏതായാലും പരിക്ക് സാരമുള്ളതല്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവരെ പാറശാല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ ഈ പ്രദീപിനും ഗുരുതര പരിക്കുകളായിരുന്നു. ഇദ്ദേഹത്തെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തി പിന്നാലെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പോലീസുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കാറ് തിരിക്കുന്നതിനിടയിൽ ഈ മറ്റ് വേലികളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാറ് തിരിക്കുന്നതിനിടയിൽ താഴോട്ടേക്ക് ഈ കുളത്തിലേക്ക് പതിച്ചതാണ് എന്നുള്ളതാണ് നിലവിൽ. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. 4 പേർക്ക് പരിക്കുകളുണ്ട് എന്നുള്ളതാണ്. ഈ 4 പേരും ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട് പാറശാല ആശുപത്രിയിൽ. നിലവിൽ മറ്റ് ഈ പറയുന്നത് പോലെ ഒരു ഭാഗത്ത് മാത്രമാണ് സുരക്ഷാ വേലികൾ ഉണ്ടായിരുന്നത്. മറ്റു ഭാഗങ്ങളിൽ സുരക്ഷാ വേലികൾ ഉണ്ടായിരുന്നില്ല. ആ വശത്തുകൂടെയായിരുന്നു ഈ കാർ വന്നുകൊണ്ടിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും തിരിക്കുന്നതിനിടയിലാണ് ഈ നിയന്ത്രണം വിട്ട് കാർ ഈ കുളത്തിലേക്ക് പതിക്കുന്നത്. സുജയ. ഓക്കെ, സുനിഷ യെല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.